فما كل الشقاء سوى جفاه وليس سوى تواصله نعيم. അവിടുത്തെ ശറഫൽ അനാം മൗലിദിൽ നമ്മളോട് പറഞ്ഞില്ലേ, ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ വിജയിച്ചു എന്ന് ഉറപ്പാക്കപ്പെടുന്നത് എപ്പോഴാണ്? അവൻ വിജയിച്ചു എന്ന് പൂർണ്ണമായി ഉറപ്പിക്കപ്പെടുന്നത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മളൊരു പരിചയമുണ്ടോ? അവിടുത്തേക്ക് നമ്മൾ അറിയുമോ? ആ ഉമ്മത്തിൽ പെട്ടിട്ടും തങ്ങൾക്ക് നമ്മളോടൊരു പരിചയമുണ്ടോ? എന്നാൽ നമ്മൾ വിജയിച്ചു. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയം എന്താ? ഫമാ കുല്ലു ശഖാഇ സിവാ ജഫാഹു വലൈസ സിവാ തവാസുലിഹി നഈമു. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയം നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മളോട് എന്തോ ഒരു വിഷമമുണ്ട്, എന്തോ ഒരു വേദനയുണ്ട്. ഇതാണ് ഏറ്റവും വലിയ പരാജയം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒക്കെ ഒരു തെറ്റിന്റെ കാരണത്താൽ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒക്കെ ഒരു സയ്യിഅത്തിന്റെ കാരണത്താൽ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മളോടൊരു വിഷമമുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ പരാജിത അവൻ തന്നെ. അല്ലാഹു മുസ്തഫ നബി തങ്ങളെ വേദനിപ്പിക്കുന്ന കോടിക്കണക്കിന് തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഞങ്ങൾ നീ കഴുകി ശുദ്ധിയാക്കി തരണേ നിന്റെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങളെ റഹ്മത്ത് കൊണ്ട് നോക്കിയില്ല എങ്കിൽ നീ ഞങ്ങളെ തിരിഞ്ഞു നോക്കുക പോലും ഇല്ലെന്ന് ഉറപ്പാണ്. നേതാവായ മുത്തുനബിയോടുള്ള വിശ്വാസം ഞങ്ങളെ ചെയ്തത് നിന്നിലേക്ക് നല്ലൊരു മടക്കം, നിന്നിലേക്ക് നല്ലൊരു ബന്ധം സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണേ പ്രിയപ്പെട്ടവരെ, ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. കാണുന്നത് ഹറാം, നോക്കുന്നത് ഹറാം, അനുഭവിക്കുന്നത് ഹറാം. അല്ലാഹുവിനെ നമ്മൾ എവിടെ കൊണ്ടുപോയി വെച്ചു എന്നതിനൊരു ഉത്തരവുമില്ല നമ്മുടെ കയ്യിൽ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന തമ്മാടിത്തരങ്ങൾക്ക് കയ്യും കണക്കുമില്ല. പ്രിയപ്പെട്ടവരെ, മരണം എപ്പോഴാണ് വരുന്നതെന്നറിയൂല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഇങ്ങനെ വലിയ രാജാവായി നടന്നോടോ, നീ വലിയ ആളായി ഇപ്പോ മരിക്കൂല, ഇനിയും ജീവിതം കുറേ ഉണ്ടെന്ന് കരുതി ഇങ്ങനെ നടക്കുകയാണോ? ഉറപ്പാണ്, ഉറപ്പാണ്, എല്ലാ ശരീരങ്ങളും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ വലിയൊരു പ്രഖ്യാപനമുണ്ട്. വഇന്നമാ തുവഫൗന ഉജൂറക്കും ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. നാരകീയമായ അഗ്നികുണ്ഡാരത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗീയമായ ലോകത്തേക്ക് പ്രവേശനം അരുളപ്പെടുകയും ചെയ്യുന്നവരാരുണ്ടോ അവർ വിജയിച്ചിരിക്കുന്നു. അല്ലാത്തവർക്ക് വലിയ പരാജയം തന്നെ. അല്ലാഹ് ഞങ്ങളെ നീ കാക്കണേ. സുബ്ഹാനല്ലാഹ്, ഈ ആയത്ത് പറഞ്ഞ അല്ലാഹു ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നടത്തുന്നുണ്ട്. സുബ്ഹാന ജല്ല ജലാലുഹു. നെഞ്ചിൽ കൈവച്ച് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. മോനെ, ഇങ്ങനെ നടക്കുകയല്ലേ, നിന്റെ ഫോണിൽ സ്ക്രോൾ ചെയ്ത് നടക്കുകയല്ലേ,
തെറ്റ് ചെയ്യുമ്പോൾ നിനക്ക് പേടിയില്ലല്ലേ? കുറ്റം ചെയ്യുമ്പോൾ നിനക്ക് വേദനയില്ലല്ലേ? ദുനിയാവ് ശാശ്വതമാണെന്ന് വലിയ പൂതിയിലാണല്ലേ? എടാ എന്ന് പറയുന്ന ശൈലിയിലാണ് അല്ലാഹുവിന്റെ സ്റ്റേറ്റ്മെന്റ്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിന്റെ വിലാസങ്ങളെ കണ്ട്, ഈ ദുനിയാവിന്റെ പരിലസതകളെ കണ്ട് അതിൽ നീ ഇങ്ങനെ നടക്കണ്ട കേട്ടോ. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് നിന്നെ ചതിക്കും കേട്ടോ, ഈ ദുനിയാവ് നിന്നെ ചതിക്കും കേട്ടോ. ദുനിയാവിന്റെ ചതിയിൽ, വഞ്ചനയിൽ, ഇതിന്റെ രസങ്ങളിൽ, ഇതിന്റെ സുഖലോലുപതയിൽ കുടുങ്ങിക്കൊണ്ട് കുറഞ്ഞ കാലത്തെ ജീവിതം വെറുതെ തൊലച്ച് കളയണ്ട കേട്ടോ എന്ന് അല്ലാഹു പറയുന്ന വല്ലാത്തരംഗം. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുക എന്നറിയൂല. ഞങ്ങളെ കയ്യിൽ ഒരമലുമില്ല. ഞങ്ങൾ കരുതിയതിനേക്കാൾ വലിയ അദാബ്, വലിയ പേടിയും വലിയ സത്യവുമാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ആഖിറം രക്ഷപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ അമൽ ഞങ്ങളെ ജീവിതത്തിൽ നീ നിലനിർത്തി തരണേ അല്ലാഹ്, നീ നിലനിർത്തി തരണേ അല്ലാഹ്. ഏത് സദസ്സിൽ പോയാലും എന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു മരണത്തിന്റെ കഥ പറയാറുണ്ട് ഞാൻ. പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേവലം 26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ കുറഞ്ഞ കാലം മെഡിക്കൽ കോളേജിന്റെ അടുത്ത് കുറച്ച് സേവനം അനുഷ്ഠിച്ച സമയത്ത് അറിഞ്ഞ കുറെ അനുഭവങ്ങൾ വല്ലാതെ പേടിപ്പെടുത്തി, വല്ലാതെ എന്നെ ചിന്തിപ്പിച്ച, എപ്പോഴും ഒന്ന് നന്നാവണമെന്ന് തോന്നുമ്പോ വല്ലാതെ മനസ്സിലേക്ക് വരുന്ന ഒരു അനുഭവം. കേവലം 26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ സുബ്ഹാന ജല്ല ജലാലോ പനിയായിട്ട് ഡോക്ടറെ കാണിക്കാൻ വരുന്നു. ഒരു പ്രശ്നവുമില്ല, നടന്നുകൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് വന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നു. ചികിത്സിക്കാൻ ഡോക്ടർ അടുത്ത് വന്നപ്പോ അദ്ദേഹത്തിന്റെ ബോഡി കൗണ്ടിൽ ചെറിയ നേരിയ വ്യത്യാസം കാണുന്നുണ്ട്. അദ്ദേഹത്തിനോട് അഡ്മിറ്റ് ആവാൻ വേണ്ടി പറയുന്നു. സുബ്ഹാനല്ലാഹ്, ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ബോഡിയിലുള്ള കൗണ്ടിൽ വ്യത്യാസമുള്ളത് മാറുന്നില്ല. കുറെ ടെസ്റ്റുകൾക്ക് അയക്കുന്നു, ഒരുപാട് ടെസ്റ്റുകൾ, ഒരുപാട് രക്തത്തിന്റെ ടെസ്റ്റുകൾ, ഒരുപാട് മറ്റുള്ള ടെസ്റ്റുകൾ എല്ലാം കഴിഞ്ഞിട്ടും രോഗമെന്താണെന്ന് ബോധ്യപ്പെടുന്നില്ല, രോഗമെന്താണെന്ന് കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്, വലിയ ടെസ്റ്റുകൾക്ക് വിധേയമാക്കുന്നു. ഏകദേശം 41 ദിവസം അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ആ കട്ടിലിൽ കിടക്കുന്നുണ്ട്. സുബ്ഹാന ജല്ല ജലാലുഹു 41ാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ റിസൾട്ട് വന്നു. അദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിൽ ഒരു മുഴ വരികയും ആ മുഴയിൽ നിന്നുള്ള അണുക്കൾ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഇനി പ്രതീക്ഷയില്ല, ജീവിക്കുമെന്ന് ഇനി പ്രതീക്ഷ വേണ്ട. ഡോക്ടർക്ക് പറയാൻ വലിയ പേടി. എങ്ങനെയാണ് കേവലം 26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കിയിട്ട് മോനെ, അടുത്ത സമയം നീ മരിക്കാനായിരിക്കുന്നു, നിന്റെ ബോഡി ഏകദേശം മുഴുവൻ നശിച്ചു പോയിട്ടുണ്ട്, ഇനി എടുക്കാനൊന്നുമില്ല, നിന്റെ ശരീരത്തിൽ ശ്വാസകോശത്തിന് മുറിവ് പറ്റിയിട്ടുണ്ട്, കിഡ്നിക്ക് തകരാറ് വന്നിട്ടുണ്ട്, ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിനക്ക് ഊർജം തരുന്ന എന്തൊക്കെയുണ്ടോ എല്ലാം നിശ്ചലമായിട്ടുണ്ട്. എങ്ങനെയാണ് മുഖത്തേക്ക് നോക്കി പറയുക? അടുത്ത സമയത്ത് കല്യാണം ഉറപ്പിച്ച പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ 26 വയസ്സല്ലേ ഉള്ളൂ. എത്രയെത്ര സ്വപ്നങ്ങളാണ് ഉണ്ടാവുക. ഉമ്മയെ നോക്കണം, ഉപ്പയെ നോക്കണം, അദ്ദേഹത്തിന്റെ ജോലിയിൽ വല്ല പ്രതീക്ഷ വെച്ച് എത്രമാത്രം സ്വപ്നം കാണുന്ന പ്രായമാണ് ഒരു യുവത്വത്തിലെ 26 വയസ്സ്. സുബ്ഹാന ജല്ല ജലാലുഹു
അദ്ദേഹത്തിനെ ഇടക്ക് കാണാൻ അവസരം ലഭിച്ചിരുന്നു. അദ്ദേഹത്തെ കൊണ്ട് നമ്മുടെ കൂട്ടുകാർ പല സ്ഥലങ്ങളിലേക്കും പോയപ്പോ വല്ലാതെ വാചാലനാകുന്ന പ്രിയപ്പെട്ട മോൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും ക്യാൻസർ വ്യാപിച്ചതിന് ശരീരത്തിൽ ജീവിതത്തിൽ പ്രതീക്ഷയില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. വലിയ വാചാലനായി സംസാരിക്കുന്ന മനുഷ്യൻ ശരീരം ഒരു നിലക്ക് പോലും മനക്കാൻ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. അതിനുശേഷമുള്ള 14ാമത്തെ ദിവസം ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിൽ സുബ്ഹാന ജല്ല ജലാലു, നമുക്കറിയൂല നമ്മുടെ ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ എങ്ങനെയൊക്കെയാണ് അണുക്കളോ രോഗങ്ങളോ വന്ന് പെട്ടിരിക്കുന്നതെന്ന് അല്ലാഹുവേ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. നമ്മൾ ഓട്ടത്തിലാണ്, നമ്മൾ അറിയുന്നില്ല നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലും അകത്തും പുറത്തും നടക്കുന്നത്. അല്ലാഹു നമ്മളെ സംരക്ഷിച്ചാലല്ല ഒരാൾക്കും നമ്മളെ സംരക്ഷിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, വലിയ ആഖിറമാകുന്ന ലോകം വരാനുണ്ട്. ആ ലോകത്തിലേക്ക് വല്ലതും ഒരുക്കി വെച്ചിട്ടുണ്ടോ? വല്ലതും നേടിയിട്ടുണ്ടോ? ഒന്നും സമ്പാദിച്ചിട്ടില്ല. ഇമാം ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം, ഒരു മനുഷ്യൻ ഇങ്ങനെ മരിക്കാൻ കിടക്കുകയാണ്. ജീവിതത്തിൽ അദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ അമലുകൾ വലിയ കുറവാണ്. നിസ്കാരം കുറെ പെൻഡിങ് ആണ്, നോമ്പ് നല്ല പോലെ എടുത്തിട്ടില്ല. കുറെ നോക്കുമ്പോ തെറ്റും കുറ്റവും മാത്രമേ ജീവിതത്തിലുള്ളൂ. ഇനി രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ജീവിതത്തിന്റെ സിംഹഭാഗം തെറ്റിലും കുറ്റത്തിലും മാത്രമാണ് ചെലവഴിച്ചത്. രക്ഷപ്പെടാൻ ഇനി വല്ല സാധ്യതയുണ്ടോ എന്ന് മഹാനായ ഇമാം ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി നെഞ്ചത്തു കൈവച്ച് നമ്മളൊക്കെ ചിന്തിക്കേണ്ട ചോദ്യമല്ലേ അത്. നമ്മുടെ ജീവിതത്തിൽ നിസ്കാരങ്ങൾ എത്ര ഖളാ ആണ്, നോമ്പുകൾ എത്ര ഒഴിവാണ്. നമ്മുടെ ജീവിതത്തിൽ പറയത്തക്ക കോലത്തിൽ അമലുകളൊന്നുമില്ല. സുബ്ഹാന ജല്ല ജലാലു, നമ്മളെപ്പോലത്തെ ആരെങ്കിലും ഒക്കെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇനി നമുക്ക് രക്ഷപ്പെടാൻ സാധ്യതയുള്ള വല്ല അമലുണ്ടോ? ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോൾ മഹാനവർകൾ പറയുന്നത് കാണാം, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേ ആ സ്വലാത്തിന്റെ കാരണത്താൽ രക്ഷപ്പെട്ടേക്കാം. സ്വലാത്ത് സംഘടിപ്പിക്കുന്നവരെ, സ്വലാത്തിൽ ചീരണി കൊടുക്കുന്നവരെ, ഉള്ളത് വെച്ച് ഒന്നുമില്ലാതെ നമ്മൾ അടുക്കി വെക്കുന്ന ചില്ലറ നോട്ടുകളിൽ നിന്ന് സ്വലാത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഉമ്മ എത്ര പട്ടിണിയാണെങ്കിലും മുത്തുനബിയുടെ സ്വലാത്ത് എന്ന് പറയുമ്പോൾ വലിയ പൂതിയാണ്, വലിയ പ്രതീക്ഷയാണ്, അതിന് വലിയ ആശയാണ്. നമ്മുടെ കയ്യിലൊന്നുമില്ല എങ്കിലും സ്വലാത്ത് നടക്കട്ടെ എന്ന് കരുതി വല്ലാതെ വാർത്തത കാണിക്കുന്ന ഉപ്പ, നിങ്ങൾ നൽകുന്നതൊന്നും വെറുതെയാവില്ല കേട്ടോ. ആഖിറമാകുന്ന വലിയ ലോകത്തിലേക്ക് വരുമ്പോൾ ഒന്നുമില്ലാതെ നരകത്തിന്റെ ആഴിയിലേക്ക് അടുപ്പിക്കപ്പെടും. നമ്മൾ ചൊല്ലിയ കുറഞ്ഞ സ്വലാത്ത്, മുത്തുനബിയുടെ സ്വലാത്തിന് വേണ്ടി നമ്മൾ ചിലവഴിച്ച കുറഞ്ഞ കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ തന്ന് മുത്തുനബി നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഒരു രംഗം ഇമാമികൾ കിതാബുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ നരകത്തിലേക്ക് അങ്ങ് കൊണ്ടുപോകുന്ന സമയത്ത് അതാ മറ്റു നബിമാർ പറയുന്നു, ഓ മുഹമ്മദ് നബി, നിങ്ങൾ ഉമ്മത്തിൽ പെട്ട ഒരാളെയാണല്ലോ അങ്ങ് വലിച്ചു കൊണ്ടുപോകുന്നത്. തങ്ങൾ ഇങ്ങനെ അർശിന്റെ താഴെ അവിടുത്തെ ഇരിപ്പിടത്തിലിരുന്ന് ഇങ്ങനെ നോക്കുകയാണ്. എന്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ നരകത്തിൽ വീഴാൻ സാധ്യതയുണ്ടോ? ആരെങ്കിലും ഒക്കെ വീഴോ? ഇങ്ങനെ പേടിച്ച്
പേടിച്ചു നോക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അതാ മലക്കുകളോട് നബി തങ്ങൾ പറയുന്നു, ഒന്ന് നിൽക്കണേ, എന്റെ ഉമ്മത്തിൽപ്പെട്ട പാവമാണ്, എന്തെങ്കിലുമൊക്കെ അമൽ കൊടുത്ത് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങനെ സ്നേഹിക്കുന്നൊരു നേതാവിനെ വേറെ കാണാൻ കഴിയുമോ? നബി തങ്ങൾ വരുമ്പോ മലക്കുകൾ പറയുന്നത് അള്ളാന്റെ ഓർഡറാണ്, നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഓർഡറാണ്. തങ്ങൾ പറയുന്നു, അല്ലാ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളോ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ലഭിക്കാൻ ഞാൻ പൊരുത്തപ്പെടുന്നതല്ല, ഞാൻ തൃപ്തിയുള്ളവനല്ല. ആ മനുഷ്യൻ ഇങ്ങനെ നോക്കുമ്പോ റബ്ബേ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏതോ സമയത്ത് ചൊല്ലിയ കുറച്ച് സ്വലാത്തുകളുണ്ട്. ആ സംഭവത്തിൽ പറയുന്ന തങ്ങളുടെ അരക്കെട്ടിൽ നിന്ന് ഒരു പേപ്പർ കഷ്ണം എടുത്തിട്ട് അദ്ദേഹത്തിന്റെ മീസാൻ എന്ന തുലാസിൽ വെക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ തുലാസിന് ഭാരം വന്നുപോയി. അദ്ദേഹം സ്വർഗാവകാശിയായി. ആ മനുഷ്യൻ തിരിഞ്ഞു നിന്ന് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങളാരാണ്? ഈ ചോദ്യത്തിൽ നമ്മൾ വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്. കോടി മനുഷ്യരുള്ള വലിയ മഹ്ശറാവൻ സഭ, ആ സഭയിൽ കൂടി തങ്ങളെ കാണാൻ വലിയ പാടാട് കേട്ടോ. തങ്ങളെ കാണാൻ ഭാഗ്യം കിട്ടുന്ന കുറഞ്ഞ ആളുകളെ മഹ്ശറയിൽ വരെ ഉള്ളു കേട്ടോ. അവിടുത്തെ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി സേവനം ചെയ്തവരൊക്കെ തങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കേട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ മുത്തുനബിയാണ്. ആ മനുഷ്യനൊരു സന്തോഷത്തിലായിരിക്കുമല്ലേ. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് എന്തൊരു ലോകമാണ് മഹ്ശറ. ആർക്കെങ്കിലും വരൂല എന്ന് പറയാൻ പറ്റൂല. നമ്മൾ നെഞ്ചോട് ചേർക്കുന്ന വലിയ ഫോളോവേഴ്സ്, വലിയ കളിക്കാരില്ലേ, ഒന്ന് ജസ്റ്റ് ഇമേജിൻ ചെയ്ത് നോക്കി. നമുക്കിപ്പോഴും പ്രാക്ടിക്കൽ ആവുന്നില്ല, ജസ്റ്റ് ഇമാജിനേഷൻ മാത്രമേ മഹ്ശറുള്ളൂ. ഒന്ന് പ്രാക്ടിക്കലായിട്ടൊന്ന് ചിന്തിച്ചു നോക്കി. മഹ്ശറ, സുബ്ഹാനല്ലാഹ്, എല്ലാവരും ഒന്ന് പേരെടുത്തൊന്ന് നോക്കി. നരേന്ദ്രമോദി മഹ്ശറിൽ വരൂല എന്ന് പറയാൻ പറ്റൂല. ലോകത്തടക്കി ഭരിച്ച് ഫലസ്തീനിലെ പിഞ്ചോമനകളെ ചെവിട്ടി അരച്ച നെത്തിനാഹു മഹ്ശറിൽ ഞാൻ വരൂല, എനിക്ക് വലിയ സേനകളുണ്ട്, എനിക്ക് എല്ലാം ഉണ്ട്, എനിക്ക് മഹ്ശറില്ല പറയാൻ പറ്റൂല. ട്രംപിന് പറയാൻ പറ്റൂല. ലോകത്തുള്ള വലിയ കളിക്കാരില്ലേ, ലോകത്തുള്ള എല്ലാവരും ഇല്ലേ മഹ്ശറ? മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണോ മഹ്ശറ? ആണോ? എല്ലാവരും ഒത്തുചേരുന്ന മഹ്ശറ. ആരെങ്കിലൊക്കെ വരൂല എന്ന് പറയാൻ പറ്റുമോ? റബ്ബെന്ന് കൊല്ലിക്ക് കൊണ്ടെന്ന് നിർത്തൂലേ? ഒരാളും ഒഴിവില്ലാത്ത മഹ്ശറ. സുബ്ഹാനല്ലാഹ്, ഒന്നാലോചിച്ച് എത്രയാണ് അതിന്റെ വിശാലത. കോടി മനുഷ്യർ മുഴുവൻ നിൽക്കുന്ന മഹ്ശറ. നബിമാരൊരു ഭാഗത്ത് നിൽക്കുന്നു, ഔലിയാക്കൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു, മുഅ്മിനീങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. എല്ലാ സിനിമാ താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളും ബാക്കിയുള്ള ഏതൊക്കെ മേഖലകളിൽ മികച്ചു നിൽക്കുന്ന എല്ലാവരും നിൽക്കുന്ന മഹ്ശറ. ആരെങ്കിലും മാറി നിന്നു എന്ന് പറഞ്ഞാൽ റബ്ബുവിനെ കൊല്ലിക്ക് പിടിച്ചു കൊണ്ടുവരുന്ന മഹ്ശറ. ഫാത്തിഹയിൽ മാലിക് യൗമിദ്ദീൻ, അന്ന് മാലിക് യൗമിദ്ദീൻ പ്രതിഫല നാളിലെ ഉടമസ്ഥനായ അല്ലാഹ്. എന്തിനാ അത് അങ്ങനെ പറഞ്ഞത്? അല്ലാഹ് അല്ലാത്ത സമയത്തും പ്രതിഫല ഉടമസ്ഥനല്ലേ? എന്തിനാ ഈ പ്രതിഫല നാളിനെ മാത്രം എടുത്തു പറയേണ്ട ആവശ്യം എന്താ? എന്നും എപ്പോഴും ഭൂമി ലോകം, ഈ ലോകവും ആലമും എല്ലാം ഉണ്ടായത് മുതൽ എന്നൊക്കെയുണ്ടോ അന്നൊക്കെയുള്ള ഏറ്റവും വലിയ രാജാധികാരി അല്ലാഹ് മാത്രാണ്. പിന്നെ എന്തിനാ മാലിക് യൗമിദ്ദീൻ പ്രത്യേകം പറഞ്ഞത്? എന്തിനാ? അന്നത്തെ ദിവസം പോലെ മനുഷ്യരിനി ഒരുമിച്ച് കൂടുന്ന വേറൊരു സമയമില്ല.
മനുഷ്യരായി ഒരുമിച്ച് കൂടിയിട്ടില്ല. അന്ന് കൂടും അന്ന് കൂടിയവരിൽ അള്ളാനെ തിരിഞ്ഞവരും ജീവിതം നല്ല പോലെ നയിച്ചവരൊക്കെ അന്ന് രക്ഷപ്പെടും, അല്ലാത്തവർക്ക് പോകാം. അതാണ് മാലിക് യൗമിദ്ദീൻ. എന്തൊരു വലിയ സമയല്ലേ സുബ്ഹാന ജല്ല ജലാലു. എല്ലാവരും നിൽക്കുന്ന മഹ്ശറ. അല്ലാഹ് വല്ലാത്ത ലോകമല്ലേ. കോടാനുകോടി മഹ്ശറെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കും. സുബ്ഹാന ജല്ല ജലാലു. ഉമ്മ ഉപ്പക്കെതിരാണ്, ഉപ്പ മക്കൾക്കെതിരാണ്. നമ്മൾ ചേർത്ത് നിർത്തി എല്ലാവരും നമുക്കെതിരാണ്. എല്ലാവരും എതിരായി നിൽക്കുന്ന മക്കളെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടി രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്ന ഉമ്മാന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലഭിച്ച് സ്വർഗം വാങ്ങാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്ന നെഞ്ചോട് ചേർത്തവർ എതിരായി നിൽക്കുന്ന മഹ്ശറ. നമ്മൾ അമ്പാർത്തമായി സ്നേഹിച്ച് ലാളിച്ച ജീവിതത്തിൽ മുഴുവൻ കൊണ്ടു നടന്ന ആളുകൾ മുഴുവൻ മഹ്ശറയിൽ നമുക്കെതിരാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഒക്കെ ഒരു അമല് കിട്ടി രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ? ഉമ്മ മോന്റെ അടുത്ത് നോക്കാണ്, എന്നെ പറഞ്ഞത് എന്തേലുണ്ടോ? അമ്മായിമ്മ മരോട് നോക്കാണ്, മരോളെ അറിയാതെ ഞാൻ അറിയാതെ പറഞ്ഞ എന്തേലുണ്ടോ? അമ്മായിമ്മന്റെ മരോള് നോക്കാണ്, ഞാൻ അറിയാതെ ഉമ്മാരുടെയെങ്കിലും അടുത്ത് പറഞ്ഞ ഏതെങ്കിലും ഒക്കെ ഒരു അമൽ ഉമ്മാന്റെ തുലാസിലുണ്ടോ, ഉമ്മാന്റെ കിതാബിലുണ്ടോ എന്ന് നോക്കുന്ന വലിയ മഹ്ശറ. ഒരാൾക്കും അനുകൂലമാവാത്ത മഹ്ശറ, എല്ലാവർക്കും എതിരായി നിൽക്കുന്ന മഹ്ശറ. ആരുടെയെങ്കിലൊക്കെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലഭിച്ച് രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന മഹ്ശറ. എല്ലാവരും അന്ന് നഫ്സി നഫ്സി നഫ്സിയാ. മഹ്ശറയിലെ കോടിക്കണക്കിന് മനുഷ്യരെല്ലാവരും കൊണ്ടുവരും. എല്ലാവരും തല താഴ്ത്തി നിൽക്കും. എന്റെ 23-ാമത്തെ വയസ്സിൽ ആരും അറിയാതെ ഞാൻ ചെയ്ത തെറ്റ് അതൊന്ന് വഷളാക്കരുതേ അല്ലാഹ്. എന്റെ 40-ാമത്തെ വയസ്സിൽ ആരും അറിയാതെ ഞാനെന്ന് കണ്ടെടുത്തത് ഞാനെന്ന് ചെയ്തത് ഇങ്ങനെ ആരോരും അറിയാത്ത തെറ്റുകൾ. സുബ്ഹാനല്ലാഹ്, ഈ വലിയ ജനസാഗരത്തെ മുഴുവൻ കാണുമ്പോൾ അങ്ങനെ പേടിച്ച് എല്ലാവരും തല താഴ്ത്തി നിൽക്കുന്ന മഹ്ശറ. എല്ലാവരും സ്വന്തം കാര്യത്തിന് വേണ്ടി നഫ്സി നഫ്സി നഫ്സിയാ. എന്റെ ശരീരത്തിന്റെ കാര്യമെന്താണ്, എന്റെ ശരീരത്തിന്റെ കാര്യമെന്താണ് പേടിച്ച് പേടിച്ച് നിൽക്കുന്ന സമയം ഒരാൾ ഒരേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലോകത്തിലെ കോടാനുകോടി മനുഷ്യരെ മുഴുവൻ നിയന്ത്രിക്കാൻ അല്ലാഹു അധികാരം കൊടുക്കുന്ന രാജകിരീടമണിയിൽ നിൽക്കുന്ന ഒരേ ഒരു നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് എല്ലാവരും സ്വന്തം കാര്യം പറയുമ്പോൾ ഒരാൾ മാത്രം ഉമ്മത്തി ഉമ്മത്തി മഹ്ശറ കഠിന സമയത്തോ ഉമ്മത്തി എന്നൂരത്തോരെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കോടാനുകോടി മനുഷ്യരുടെ തലയുയർത്തി നിന്ന് സ്വന്തം കാര്യം നോക്കാതെ ഉമ്മത്തിന്റെ കാര്യം നോക്കുന്ന ഒരേ ഒരു നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് തങ്ങൾക്ക് നമ്മളെ പരിചയം വേണോ? ഇന്ന് കോടാനുകോടി സ്വലാത്ത് ചൊല്ലണേ. സ്വലാത്തിന്റെ പ്രചാരകനാവിടെ, മുത്തുനബിയുടെ ആളാവിടെ. തങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ദീനിന്റെ യഥാർത്ഥമായ ഇഖ്ലാസുള്ള ഖാദിമീങ്ങളാവണേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അന്ന് ഞങ്ങളെ പാപ്പറാക്കരുതേ അല്ലാഹ്. അന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണമല്ലാഹ്.
മഹ്ശറാവന സഭയിൽ ആരോരുമില്ലാതെ നിൽക്കുന്ന സമയത്ത് നബിയുടെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ പൊതിയണം അല്ലാഹ്. തങ്ങളെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ്. അവിടുത്തെ വലിയ മനസ്സിൽ ഞങ്ങൾക്കൊരിടം തരണം അല്ലാഹ്. ഞങ്ങൾക്കൊരിടം തരണം അല്ലാഹ്. മുത്തഅല്ലിമീങ്ങളെ നോക്കൂ, അവർക്ക് അവരുടെ ജീവിതത്തിൽ കളികളും സ്വപ്നങ്ങളുമുള്ള സമയത്ത് അല്ലാഹുവിന്റെ പള്ളിയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ദീനിന്റെ ആളാവാൻ വേണ്ടി അവർക്ക് ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, ജീവിതത്തിൽ മറ്റു സുഖങ്ങളും സൗഭാഗ്യങ്ങളുണ്ട്, എല്ലാം മാറ്റിവെച്ച് അല്ലാഹുവിന്റെ പള്ളിയിൽ വന്നിരുന്ന് പഠിക്കുന്നത് അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പട്ടാളക്കാരനാവാനാണ്. ഈ വേഷമൊന്ന് അഴിച്ചിട്ടാൽ നമുക്ക് വൈബില്ലാഞ്ഞിട്ടല്ല, നമുക്കും തെറ്റിലും കുറ്റത്തിലും പോകാൻ അറിയാഞ്ഞിട്ടല്ല, നമുക്ക് മറ്റുള്ളത് സമ്പാദിക്കാൻ അറിയാഞ്ഞിട്ടല്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ദീനിനെ വളർത്തി വലുതാക്കി ആ ദീനിന്റെ ഒരു കറകളഞ്ഞ പട്ടാളക്കാരനാവാനാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ തൗഫീഖ് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, വലിയ സൗഭാഗ്യവാൻ നമ്മുടെ നാട്ടിൽ ദർസ് നിലനിൽക്കുക എന്നുള്ളത്, മുത്തഅല്ലിമീങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുക എന്നുള്ളത്, അവരുടെ കാര്യങ്ങൾ, അവരുടെ വിഷയങ്ങൾ നിങ്ങൾ പരിപൂർണമായി ഏറ്റെടുത്ത് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന ഒന്നും ഇൻഷാ അല്ലാഹ് വെറുതെയാവില്ല. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഭക്ഷണം തന്ന്, വസ്ത്രം തന്ന്, നമുക്ക് വെള്ളം തന്ന്, നമുക്ക് 10 രൂപയും 100 രൂപയൊക്കെ തന്ന് നമ്മളെ സ്നേഹിച്ച് ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ സ്നേഹിച്ച കുറെ ആളുകളുണ്ട്. അല്ലാഹ് വരുന്ന ഖബറിലാണ് അല്ലാഹ് വലിയ സന്തോഷം കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഈ ഒരു സമയത്തൊക്കെ ഞങ്ങളിൽ നിന്ന് ദുആ പ്രതീക്ഷിച്ചു മോനെ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് അവരുടെ കയ്യിലില്ലാഞ്ഞിട്ട് ഞങ്ങൾക്കൊക്കെ തന്ന് സഹായിച്ച ഉപ്പമാർ റബ്ബേ സ്വർഗം കൊടുക്കണം അല്ലാഹ്. അവർ നൽകിയതിന്റെയൊക്കെ വലിയ ഖൈറായ ബദലുകൾ അല്ലാഹ് ആഖിറത്തിൽ നീ അനുഗ്രഹിക്കണം അല്ലാഹ്. ഇതുപോലെ മുത്തഅല്ലിമീങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും ഖബറിൽ കിടക്കുന്ന സമയത്ത് ഒരുപാട് ദുആകൾ ലഭിക്കാൻ അത് വലിയ സാധ്യതയാണ് ഇൻഷാ അല്ലാഹ്. നമ്മുടെ സ്വലാത്ത് തുടരുകയാണ്. നമ്മൾ സ്വലാത്തിന്റെ ആളാവണം. മരിക്കുന്നത് വരെ കോടാനുകോടി സ്വലാത്ത് ചൊല്ലണം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി ആ നേതാവിനെ കാണാൻ പറ്റണം. എന്തൊരു ഭംഗിയാണ് അവിടുത്തെ മുഖത്തിന്, എന്തൊരു വല്ലാത്ത പൂമുഖമാണത്. തങ്ങളെ കാണണോ? ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറയുകയാണ്. നിങ്ങൾ സിനിമ കാണുന്നവരാണോ? തങ്ങൾ നിങ്ങളുടെ കണ്ണിന്റെ അയലത്ത് വരില്ല കേട്ടോ. അത് ഷോർട്ട് ആയാലും റീൽസ് ആയാലും ഏത് രൂപത്തിലായാലും മുത്തുനബിനെ കാണണോ? സിനിമയിൽ നിന്നുള്ളൊരു പൊട്ടുകൂടി നമ്മളെ കണ്ണിൽ കണ്ടുപോകരുത്. അങ്ങനെ കാണാത്തവരാണെങ്കിൽ ഒരുപാട് സദസ്സുകളിൽ ചെല്ലുമ്പോൾ, ഒരുപാട് സദസ്സുകളിൽ മധുവും മൗലിദും ചെല്ലാൻ പോകുമ്പോൾ ഈ കാര്യം പറഞ്ഞ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് വല്ലാതെ ആശ പറയുമ്പോ സുബ്ഹാന ജല്ല ജലാലു അന്നു മുതൽ സിനിമ കാണൽ നിർത്തി യാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി. പിന്നീട് അവർ വിളിക്കാറുണ്ട്, ഉസ്താദേ തങ്ങളെ കണ്ടു ഉസ്താദേ. എന്തൊരു വലിയ സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ. മരിക്കുന്നതിന് മുമ്പ് ആ നേതാവിനെ ഒരു തവണയെങ്കിലും ഒന്ന് കാണണ്ടേ. അവിടുത്തെ പുഞ്ചിരിക്കുന്നതൊരു ഭംഗിയാണ്, അവിടുത്തെ മുഖത്തിനൊരു ഭംഗിയാണ്. അതിനേക്കാളുപരി എന്നെ ആരെങ്കിലും ഉറക്കത്തിൽ കണ്ടാൽ അതിന്റെ അർത്ഥം അവൻ മരിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഈമാൻ കിട്ടിയേ മരിക്കുകയുള്ളൂ. ആ നേതാവിനെ ഒന്ന് പരിചയപ്പെടാൻ പറ്റണം. മുത്തുനബിയില്ലേ അള്ളാഹുവിന് നിങ്ങൾക്ക് വേണ്ട. മുത്തുനബിയിലൂടെ മാത്രമാണ് ദീന് പൂർത്തിയാകുന്നത്. ഒരു മനുഷ്യന്റെ കയ്യിൽ മുഹമ്മദിയത്തില്ലേ അവൻ ഔട്ടാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. മുഹമ്മദിയത്തില്ലാത്ത മനുഷ്യൻ വെറും ജഡം മാത്രമാണ്. തങ്ങളെ പറയാൻ, തങ്ങളെ പാടാൻ, തങ്ങളെ സ്വലാത്ത് പ്രചരിപ്പിക്കാൻ, തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിലും വലിയ ആവേശവും വലിയ പ്രതീക്ഷയുമാണോ ആഖിറത്തിൽ രക്ഷപ്പെടാൻ വലിയ സാധ്യതയാണ്. അല്ലാഹു ഏതെങ്കിലും ഒക്കെ നിലക്ക്
ആഖിറത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഇത്ര നേരം വഅദ് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, വഅദ് പറയുന്ന ഞാൻ അർഹനല്ല എങ്കിലും കേൾക്കുന്നവർക്കും പറയുന്നത് കൊണ്ട് എനിക്കും ആഖിറമാകുന്ന ഒരു വലിയ ലോകം വരാനുണ്ട്. അത് ചില്ലറ കാര്യമില്ല. പേടിയാണ് പേടിയാണ് പേടിയാണ്. നമ്മൾ കരുതുന്നതിനേക്കാൾ എത്രയോ വലിയ ഭീകരമാണ്. നമുക്ക് മനസ്സിലായി എന്ന് പറയുന്നത് 99.9%, അതിൽ നിന്ന് 1% അതിനെ കോടിയാക്കിയാൽ ആ 1% കൂടെ നമുക്ക് മനസ്സിലാക്കിയിട്ടില്ല. ആഖിറം നമ്മൾ വായിക്കുമ്പോ സുബ്ഹാന ജല്ല ജലാലു ആഖിറത്തെ പ്രതിപാദിക്കപ്പെടുന്ന കിതാബുകൾ നോക്കുമ്പോ യാ അല്ലാഹ് അല്ലാതെ പേടിച്ച് അങ്ങായിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ അറിയുന്ന പോലെ നിങ്ങളെങ്ങാനും കാര്യങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ചിരിക്കില്ല. അതുകൊണ്ട് ജീവിതത്തിൽ തീരെ ചിരിക്കാത്ത മഹാനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. അവർ മരണസമയത്ത് ഇങ്ങനെ ചിരിക്കുന്നത് കണ്ടപ്പോ അവരോട് ചോദിച്ചു, എന്താ ഉസ്താദേ നിങ്ങൾ ജീവിതത്തിൽ ചിരിക്കാറില്ലല്ലോ, മരിക്കുന്ന സമയത്താണല്ലോ ചിരിക്കുന്നത്? അതിന് മഹാനവർകൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഈ ഇന്ന് ചിരിക്കേണ്ടത് പണിയെടുക്കേണ്ട കാലത്ത് നല്ല പോലെ പണിയെടുത്തതുകൊണ്ട് ഇപ്പോൾ ചിരിക്കേണ്ട കാലത്ത് ചിരിക്കേണ്ട സമയത്ത് എനിക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിതത്തിൽ കൃത്യമായി 700 സ്വലാത്ത് ചൊല്ലുന്നവൻ അവൻ മരിക്കുമ്പോ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തിൽ നിന്ന് മരിക്കാൻ പറ്റും. പുഞ്ചിരി തൂകുന്ന മുത്തുനബി അടുത്തുണ്ടാവും. തങ്ങൾ കണ്ട് സന്തോഷിക്കും. ജിബീൽ ഇങ്ങനെ നോക്കി നിൽക്കേ പറയും, അബ്ശിർ അബ്ശിർ അബ്ശിർ, എടാ രക്ഷപ്പെട്ടുകൊണ്ടടാ, കൈശലായിക്കൊണ്ടടാ. ഈ പറയുന്ന ഒരു രംഗം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണം. മരിക്കുന്നതിന് മുമ്പ് നന്നായി കിട്ടണം. ആഖിറമാകുന്ന വലിയ ലോകത്തിലേക്ക് പോകുമ്പോ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാൻ പറ്റണം. നമ്മൾ പോകുന്ന ഖബറിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളെ മഹ്ശറയിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആരും ഉണ്ടാവില്ല. ഉമ്മയുണ്ട് പറഞ്ഞാലും, ഉപ്പയുണ്ടെന്ന് പറഞ്ഞാലും, മക്കളുണ്ടെന്ന് പറഞ്ഞാലും, പ്രിയപ്പെട്ടവരെ എല്ലാ നിലക്കും അടിസ്ഥാനപരമായി നമ്മളെല്ലാവരും ഒറ്റക്കാണ്. നമ്മൾ ഉണ്ടാക്കുന്ന അമൽ കൊണ്ട് മാത്രമായിരിക്കും നമ്മൾ രക്ഷപ്പെടുക. മറ്റു മുഅ്മിനീങ്ങളുടെ ദുആ കൊണ്ട് രക്ഷപ്പെടുമെന്നുള്ളത് സാധ്യതയാണ്. എങ്കിൽ കൂടി ഏറ്റവും അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതം എങ്ങനെയാണോ നമ്മൾ ക്രമീകരിക്കുന്നത്, എങ്ങനെയാണോ ശുദ്ധീകരിക്കുന്നത്, അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ഉണ്ടാവുകയുള്ളൂ. ഇന്ന് സദസ്സിൽ നിന്ന് പോകുമ്പോ നമ്മളെല്ലാവരും പ്രതിജ്ഞ എടുക്കണം, എന്റെ ജീവിതത്തിൽ ഇനി ഹറാമുമായി ഞാൻ ബന്ധപ്പെടുകയില്ല, ഹറാമ് ഞാൻ കാണുകയില്ല, ഹറാമ് ഞാൻ കേൾക്കുകയില്ല, ഹറാമിന്റെ ബന്ധങ്ങളിലേക്ക് ഞാൻ പോവുകയില്ല. ജീവിതത്തിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ എന്തുണ്ടോ അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം. ഈ സ്വലാത്ത് അതിന് വലിയ പ്രചോദനമാവണം. മരിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ നല്ലൊരു പൂർണ്ണത വരുത്തിയിട്ട് എപ്പോഴും നല്ല ശുദ്ധിയുള്ളവരാണ്. എപ്പോഴാണ് റബ്ബേ ഇന്നെ തിരിച്ചു വിളിക്കുന്നത്, ആ സമയത്ത് ഞാൻ ഫുൾ കറക്റ്റാണ്. നിസ്കാരം നമ്മുടേത് കറക്റ്റാണ്, ബാക്കിയുള്ള അമലുകൾ നമ്മുടേത് കറക്റ്റാണ്. ഇങ്ങനെ ഏത് സമയത്താണോ നമ്മൾ നിൽക്കുന്നത്, എങ്ങനെയാണെങ്കിലും റബ്ബേ ഇന്നെ എപ്പോഴാ വിളിക്കുന്നത്, ആ വിളിക്കുമ്പോ ഞാൻ പോരാൻ തയ്യാറാണ്. ഇങ്ങനെ പറയാൻ ധൈര്യമുള്ള എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ ധൈര്യമുള്ളവരായി നമ്മുടെ ജീവിതം നമ്മൾ ക്രമീകരിക്കണം. അല്ലെങ്കിൽ കാര്യം വലിയ പേടിയാണ്. നമ്മളെ ചിരിയും കളിയും ഒന്നും ആവൂല, നമ്മുടെ തമാശകളൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, വലിയ ലോകമാണ്, സത്യമാണ്. പറഞ്ഞാലും തീരൂല. ഈ പറയുന്ന ഞാൻ അത്രയും മനസ്സിലാക്കിയിട്ടില്ല, പറയുന്നതിനേക്കാൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് ആഖിറം വലിയ പേടിയാണ് കേട്ടോ. അതിലേക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറാവണം കേട്ടോ. കാര്യമായിട്ടും സ്വലാത്തും സലാമിന്റെയും ആളായി, ദീനിന്റെ ആളായി മരിക്കുന്നതുവരെ ജീവിക്കണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.